ഇന്നത്തെ കാലത്ത് ഓഫീസിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്പേസിൽ നമുക്ക് വഴക്ക് കിട്ടാത്ത ഒരാള് പോലും ഇന്നുണ്ടാവില്ല. നമ്മൾ ഏത് സാഹചര്യത്തിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ല. ഏത് വർക്കാണെങ്കിലും നമുക്ക് മുകളിലുള്ള ആളുകൾ നമ്മളോട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്താണ് ഇതിന്റെയൊക്കെ ഒരു കാരണം? എന്തുകൊണ്ടാണ് എപ്പോഴും ഈ ബോസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ നിൽക്കുന്ന നമ്മുടെ വർക്ക് സ്പേസിൽ നമ്മുടെ മുകളിൽ നിൽക്കുന്ന ഒരാള് എപ്പോഴും എന്തുകൊണ്ടായിരിക്കാം ഈ താഴെയുള്ള ആളുകളോട് താഴെ ഇൻ ദ സെൻസ് ഐ മീൻ ആ ഒരു പൊസിഷൻ വൈസ് ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരും ആർക്കും മുകളിൽ നിന്ന് താഴെയുമല്ല, ഇൻ ദ സെൻസ് ഓഫ് ഹ്യൂമൻ. ഓക്കെ. പക്ഷേ നമ്മൾ ഈ പൊസിഷൻസ് വെച്ച് നോക്കുമ്പോൾ ഈ താഴെയുള്ള ആളുകളോട് എപ്പോഴും ഈ ബോസ് എന്ന് പറയുന്ന ആളുകൾ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയും. അവരോട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവിക്കുന്നതെന്ന് അറിയോ? ഇതിന്റെ ഒരു കോർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് ഒരു മനുഷ്യന്റെ ഒരു സൈക്കോളജി നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾക്ക് ഒരു കാര്യം അറിയാവുന്നൊരു കാര്യം നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിരിക്കും. അത് അറിയത്തില്ലാത്ത ഒരാളിനെ നമുക്ക് എന്താ പറയുക, നമ്മൾ ഈ പുച്ഛം എന്നൊക്കെ പറയില്ല. അത് മനുഷ്യന്റെ ഉള്ളതാണ് കേട്ടോ. നമുക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ അറിയാവുന്ന ഒരു കാര്യം വേറൊരാൾക്ക് ചെയ്യാൻ അറിയത്തില്ല എങ്കിൽ നമുക്ക് ആദ്യമൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ദേഷ്യം എന്ന് പറഞ്ഞൊരു സംഭവം ഇങ്ങനെ വളർന്ന് വളർന്നു വരും. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സ്പേസിലൊക്കെ ആണെങ്കിലും, ഈ നമ്മുടെ മുകളിൽ നിൽക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും നമ്മളോട് എപ്പോഴും ഇങ്ങനെ വന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഐടി മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ഞാൻ ഈ പറയുന്നത് കറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഐടി മേഖലയിൽ തന്നെയൊന്നും ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ ഏത് സാധാരണ ജോലിക്ക് പോകുന്ന ഒരാൾക്ക് പോലും ഇത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നിങ്ങൾ മേസ്തിരി, ഓക്കെ, നിങ്ങളൊരു മേസ്തിരി പണി ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ആ മേസ്തിരി പണിക്ക് നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? ആദ്യം നമ്മൾ നേരെ ചെന്ന് മേസ്തിരി ആവുമല്ല. ഓക്കെ. നമ്മൾ ആദ്യം ഈ കയ്യാളായിട്ട് പോവാന്ന് പറയും. അതായത് സഹായി, മേസ്തിരിയുടെ സഹായിയായിട്ട് നമ്മൾ കൂടെ പോകും ആദ്യം. അപ്പൊ ഈ കയ്യാളെന്നാണ് അതിന് പറയാ. അപ്പൊ ഈ കയ്യാളായിട്ട് നമ്മളിങ്ങനെ കൂടെ പോയിട്ട് നമ്മൾ പണി പഠിക്കും. ഓക്കെ. നമ്മൾ എങ്ങനെയാണ് ഓരോന്ന് ചെയ്യുന്നത്, എങ്ങനെയാണ് ഭിത്തി, ഓക്കെ, ഈ തേപ്പല്ല, ഈ ഈ തേപ്പല്ല കേട്ടോ. നമ്മൾ ഭിത്തി തേക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ എങ്ങനെയാണെന്ന് പഠിക്കും. കട്ട കെട്ടുന്നത് എങ്ങനെയാണെന്ന് പഠിക്കും. നമ്മൾ കറക്റ്റ് ആയിട്ട് അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കും. അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പഠിച്ച് പഠിച്ച് പഠിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മേസ്തിരി ആവുന്നത്. ഓക്കെ. അപ്പൊ ഈ കയ്യാളായിട്ട് പോകുന്ന ഒരാളോട് നമ്മൾ എന്നിട്ട് എന്താണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ പറയും അവർക്ക് ഒരു 99% കയ്യാളുമാർക്കും സ്വന്തം മേസ്തിരി ഇഷ്ടമല്ലായിരിക്കും. ഇത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഈ കേൾക്കുന്ന ആരുടെയെങ്കിലും മാതാപിതാക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ അവരോട് ചോദിച്ചു നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മേസ്തിരിയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു നോക്കിയാൽ അവര് പുറമേ പറയും പിന്നെ നമ്മുടെ മേസ്തിരിയാണ്, പിന്നെ എനിക്ക് പിന്നെ ഇഷ്ടമല്ല പുള്ളി, എന്റെ ജീവൻ കരളാണെന്ന് പറയും. പക്ഷെ നമ്മൾ ഇച്ചിരി ഒന്ന് കോറായിട്ട് ഒന്ന് ഇറങ്ങി നമ്മൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പുള്ളി നമ്മളോട് പറയും ഇല്ല, അത് വലിയ താല്പര്യമൊന്നും ഇല്ല, പിന്നെ നമ്മൾ ജീവിച്ചു പോകണ്ടേ, പണിക്ക് പോകണ്ടേ, പോകുന്നെന്ന് പറയും. ഇതേ സംഭവമാണ് നമ്മൾ ഏത് തട്ടിൽ ജോലി ചെയ്താലും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ഐടി മേഖലയിൽ വർക്ക് ചെയ്താലും വലിയ വലിയ ഓഫീസുകളിൽ പോയി നമ്മൾ വർക്ക് ചെയ്താലും എവിടെ വർക്ക് ചെയ്താലും ഈ ഒരു സംഭവം അവിടെ ആപ്ലിക്കബിൾ ആണ്. അതായത് നമ്മുടെ മുകളിൽ നിൽക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് അവർക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവർ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സിമ്പിൾ കാര്യം. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഓക്കെ, ചെയ്തുള്ള ഒരു പരിചയമുണ്ട്. പക്ഷെ ഈ ചെല്ലുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കറിയില്ല. അവര് ഇത് പഠിച്ചെടുക്കണം. ഓരോന്നോരോന്നായിട്ട് ഇതിങ്ങനെ പഠിച്ചെടുത്ത് ഓരോ സ്റ്റെപ്പുകളൊക്കെ പഠിച്ചെടുത്ത് എങ്ങനെയാണ് ഇത് ഓരോന്നൊക്കെ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു ഒരു സമയമുണ്ട്. ഓക്കെ. ഈ ഒരു സമയം ഈ ബോസ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, നമ്മുടെ മേളിൽ നിൽക്കുന്ന ആൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. ഇവര് ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു വന്ന ഒരാളാണെന്ന് അവര് മറന്നുപോകും. ടോട്ടലി അവര് ആ ഒരു കാര്യം മറന്നുപോകും. എന്നിട്ട് പുതിയതായിട്ട് വന്ന ഒരാളിനെ അവരെന്ത് ചെയ്യും? ഇത് നിനക്കിത് അറിയത്തില്ലേ? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ എന്നൊക്കെ പറയും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്താണ്? ഇത് ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം നമുക്ക് ഒട്ടും അറിയത്തില്ലാത്തൊരു മേഖലയെ നമ്മൾ പഠിച്ചെടുക്കുകയാണ്. ഓക്കെ. അപ്പം ഭയങ്കര പാടാണ് നമ്മളെ സംബന്ധിച്ച്. പക്ഷെ ആ ഒരു ആൾക്ക് അങ്ങനെയല്ല. അതുകൊണ്ടാണ് എപ്പഴും ഏത് മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്താലും നമ്മുടെ മുകളിൽ നിൽക്കുന്ന ആളുകള് എപ്പഴും നമ്മളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ കാര്യം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസിൽ മാത്രമല്ല കേട്ടോ. ഇപ്പോ ചില മാതാപിതാക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഈ അപ്പൻ ഉണ്ടല്ലോ, അപ്പന് ചില വളരെ കാര്യങ്ങൾ അറിയായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ അറിയായിരിക്കും. ഡ്രൈവിങ്, പിന്നെ അതുപോലുള്ള ലൈഫ് ലൈഫ് സ്കിൽസ് ഉണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ അറിയായിരിക്കും. ഇതേ കാര്യങ്ങൾ സ്വന്തം മക്കൾക്ക് അറിയത്തില്ലെങ്കിൽ ഇതേ അപ്പനും അമ്മയും തന്നെ പറയും, "നിനക്കിത് അറിയത്തില്ലേ? ഇത് വളരെ സിമ്പിൾ അല്ലേ?" എന്ന് ചോദിക്കും. പക്ഷെ ഈ അപ്പൻ ഇത് പഠിച്ചെടുക്കാൻ എത്ര കൊല്ലം എടുത്ത് കാണുമെന്നറിയോ? നമ്മൾ ഈ ഡ്രൈവിംഗ് എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് അങ്ങ് ചാടിക്കേറി ചെന്ന് സ്റ്റിയറിംഗിലും പിടിച്ച് ആക്സിലേറ്റർ ഒറ്റ ചവിട്ടി ചവിട്ടി വിടുന്ന പരിപാടിയല്ല. ഇത് കുറച്ച് സമയമെടുത്ത്
നമ്മൾ എക്സ്പീരിയൻസ് വൈസ് നമ്മൾ പഠിച്ചെടുക്കുകയാണ് അല്ലേ. ആദ്യം നമ്മൾ നിരപ്പായ റോഡിൽ ഓടിക്കും, പിന്നെ നമ്മൾ കയറ്റത്തോടെ ഓടിക്കും, പിന്നെ നമ്മൾ കയറ്റത്ത് ഓടിച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്യും, നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ആക്സിലേറ്റർ പയ്യെ കൊടുത്ത് ക്ലച്ചൊക്കെ മാറ്റി ഒന്ന് കയറ്റത്തോടെ ഒന്ന് എടുക്കാൻ നോക്കും. അങ്ങനെ നമ്മൾ പയ്യെ പയ്യെ പയ്യാണ് ഇത് പഠിച്ചെടുക്കുന്നത്. പക്ഷെ ഇത് അറിയത്തില്ലാത്ത ഒരാളിനെ സംബന്ധിച്ച് നല്ല പാടുള്ള പണിയാണിത്. അറിയാവുന്ന ആളെ സംബന്ധിച്ച് അവരെന്ത് പറയും, ഓ നിനക്കത് അറിയത്തില്ല, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ എന്ന് പറയും. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ എവിടെ നോക്കിയാലും നമുക്കറിയാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് നമ്മൾ എവിടെ പോയാലും, നമ്മൾ പുതിയൊരു വർക്കിന് പോയാല്, പുതിയൊരു ഓഫീസിൽ പോയാല്, എന്ത് കാര്യത്തിന് നമ്മൾ പുതുതായിട്ട് ഇറങ്ങിയാലും അത് ഭയങ്കര ഈസി ആയിരിക്കില്ല. അതൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് എന്ന് പറയും അതിന്. അതായത് നമ്മള് ഏതൊരു കാര്യത്തിലേക്ക് ആദ്യം ഇറങ്ങിയാലും ആ ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വേണം. അതായത് നമുക്ക് എന്തെങ്കിലും വരുമാന മാർഗം മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ നമ്മള് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ലക്ഷ്യം എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് നമുക്ക് കീപ്പ് ചെയ്ത് പോകുന്ന കുറെ മനുഷ്യരുണ്ട്. പക്ഷെ കുറെ ആളുകളുണ്ട് നേരെ ജോലിയൊക്കെ റിസൈൻ, ഇപ്പം പല ആക്ടേഴ്സ് ഒക്കെ എങ്ങനല്ലേ, ജോലിയൊക്കെ നമുക്ക് റിസൈൻ അത് ആ ഒരു കോൺഫിഡൻസ് ആണ് കേട്ടോ. റിസൈൻ ചെയ്തിട്ട് നേരെ പോയി അവിടെയുള്ള അവരുടെ ലക്ഷ്യങ്ങൾ നോക്കി ഇങ്ങനെ പോകും. ഓക്കെ, ഇതൊരു സ്ട്രഗിളിങ് പീരീഡ് ആണ്. ഓക്കെ, എല്ലാ മനുഷ്യരും ഈ ലോകത്ത് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ ഏത് ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, നിങ്ങൾ ഏത് മേഖലയിലാണ് ഈ വീഡിയോ കാണുന്ന എത്ര പേരുണ്ടോ, നിങ്ങൾ എല്ലാവരും പഠിക്കുന്ന ആളുകളാണെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുക എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. ഓക്കെ, നമ്മൾ കാര്യങ്ങൾ നമ്മൾ ബുക്കിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം നോക്കി മനസ്സിലാക്കി ഇതിങ്ങനെ വായിച്ചിട്ട് അതിങ്ങനെ ഓർത്ത് കാണാപ്പാഠം പഠിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്കില്ലാ. അതിങ്ങനെ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കഴിവാണ്. ഈ കഴിവ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. അപ്പോ ഇത് നമുക്കൊന്ന് നന്നായിട്ട് തന്നെ മാർക്ക് വാങ്ങിക്കണം എന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ പെയ്യെ പെയ്യെ തുടങ്ങി ഈ ഒരു പരിപാടി. അപ്പൊ നന്നായിട്ട് മാർക്ക് വാങ്ങിക്കുന്ന ഒരാളിനോട് നമ്മൾ ചെന്ന് ചോദിച്ചിട്ട്, നീ എങ്ങനെയാടേ ഇങ്ങനെയൊക്കെ മാർക്ക് വാങ്ങിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, എടാ നീ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയെ, ചുമ്മാ അങ്ങ് വായിച്ചാൽ പോരെ എന്ന് പറയും. പക്ഷെ ലവനത് വായിക്കാൻ അങ്ങനെ വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ എത്ര കാലം കൊണ്ടായിരിക്കും എന്നറിയോ അവർ അക്യൂർ ചെയ്തെടുത്തത്. ഇതേ സംഭവമാണ് ഞാൻ ഈ പറയുന്ന എല്ലാ മേഖലയിലും സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിപ്പോ അടുത്ത തവണ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്പേസിലോ എവിടെയാണെങ്കിലും നിങ്ങളുടെ മുകളിലുള്ള ആള് നിങ്ങളെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ അമിതമായിട്ട് ഉപദേശിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഉടനെ ചിന്തിക്കുക, അവര് അത് പഠിച്ചെടുത്തത് ഒരു സമയമെടുത്താണ്. ആരും പൊട്ടിമുളച്ചതല്ല. അവരൊരു പഠിച്ചെടുത്ത് ഒരു സമയമെടുത്തതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് കയറിയത്. പക്ഷേ അവര് നമ്മളെ അങ്ങനെ കാണുന്നില്ല, നമ്മൾ അങ്ങ് മനസ്സിലാക്കുന്നില്ല. അതായത് ഇവൻ പെട്ടെന്ന് തന്നെ പഠിക്കട്ടെ, ഇത് പെട്ടെന്ന് അങ്ങ് പഠിച്ചുകൂടെ എന്നുള്ളൊരു മൈൻഡാണ്. അപ്പൊ അടുത്ത തവണ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ നേരിടുമ്പോൾ നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റുമെങ്കിൽ, ഓക്കെ, നിങ്ങളെ കൊണ്ട് ആ ഒരാളിനോട് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ പറയുക. ഓക്കെ, എനിക്ക് സമയം വേണം. ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പൊട്ടിമുളച്ച ഒരാളൊന്നുമല്ല. ഞാനൊരു കാര്യം പഠിച്ചെടുക്കാൻ എനിക്കൊരു സമയം എന്ന് പറയുന്ന സംഭവം വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് വഴക്കും പറയാതെ, വഴക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മലയാളത്തിലെ ആ ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. പല തരത്തിലാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ മൈ ബോസ് എന്ന് പറയുന്ന പടത്തിലെ കണ്ടിട്ടില്ലേ, യു സ്റ്റിൽ ഡിഡ്ന്റ് ഫിനിഷ് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലുള്ള സംഭവങ്ങളൊക്കെ റിയൽ ലൈഫിൽ അനുഭവിക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങളുടെ ഒരു കുറ്റമേ അല്ല ഇത്. നിങ്ങളൊരു കാര്യം കേട്ടിട്ട് നിങ്ങളിത് പഠിച്ചെടുക്കാനുള്ള സമയം എടുക്കുന്നു, അത് നിങ്ങളുടെ കുറ്റമല്ല. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ബോസ് അല്ലെങ്കിൽ നിങ്ങളുടെ മുകളിലുള്ള ആളുകൾക്ക് അടുത്ത പ്രാവശ്യം ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഓർക്കുക, ശരിക്കും പറഞ്ഞാൽ അവിടെ കുറ്റം നിങ്ങളുടെ അല്ല, ഈ പറയുന്ന ആളുകളുടെയാണ്. അതായത് അവർ മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്ക് ഇത്രയും സമയം വേണമെന്ന്.